Milky Mist presents Magic Oven powered by Double's Instant ഇടിയപ്പം. സ്വാഗതം. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം മാസങ്ങളുടെ, അതായത് ഓരോ മാസം ഓരോ രീതി, അതായത് നമുക്ക് 2 കാലവർഷമുണ്ട്, നല്ലൊരു വേനൽക്കാലമുണ്ട്, നല്ലൊരു തണുപ്പ് കാലം, ശൈത്യകാലം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ പഴയതുപോലെയല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഓരോ മാസത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഒരു മഴക്കാലം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കർക്കിടക മാസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കർക്കിടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രധാനപ്പെട്ടൊരു മാസമാണ്. നമ്മുടെ ശരീരത്തിന് നല്ല എന്താ പറയുക റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട കാര്യം, ഔഷധക്കഞ്ഞി കുടിക്കേണ്ട സമയം, നല്ല നല്ല പച്ചില മരുന്നുകൾ സേവിക്കേണ്ട കാര്യം. അപ്പോൾ എന്ത് ചെയ്താലും ശരീരത്തിൽ പിടിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ അത്തരം വിഭവങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും കഴിക്കേണ്ടത്. അപ്പോൾ അത് കർക്കിടക കാലം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസം എന്നൊക്കെ പണ്ട് പറയും. പക്ഷെ അതിന് ആ ഒരു കോൺസെപ്റ്റൊക്കെ മാറിയിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ നമ്മുടെ സെൽഫ് റിജുവനേഷൻ പ്രോസസ്സിലേക്ക് പോവുക എന്നുള്ളതാണ്. ഒരു റെസ്റ്റിംഗ് ടൈമായിട്ട് വിചാരിക്കുക. ഇത് കഴിഞ്ഞ് വരുന്നത് ചിങ്ങമാസമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. എന്തായാലും നമ്മൾ കർക്കിടക മാസത്തിൽ ഒരു കോഴി കൊണ്ടുള്ള വിഭവം ചെയ്യാൻ പോവുകയാണ്. അതായത് ചിക്കൻ കുറച്ച് വ്യത്യസ്തമായിട്ട് രീതിയിൽ വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ സ്പെഷ്യൽ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ചിക്കൻ തന്നെ എത്ര തരം ചിക്കൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. പലതരം ഫ്രൈ ആയിട്ടും കറി ആയിട്ടും പെരട്ടായിട്ടും ഒക്കെ വ്യത്യസ്തമായ. ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, കേരളത്തിൻ്റെ തനതായ രീതി, പിന്നെ വിദേശിയായിട്ടുള്ള രീതിയിൽ കോഴിയെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഭവത്തിലേക്ക് കടക്കുന്നു. ഇതും ഒരു ചിക്കൻ വിഭവമാണ്, ചിക്കൻ സ്പെഷ്യൽ റോസ്റ്റ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ചേരുവകൾ: ചിക്കൻ 1.5 കിലോ, 30 കഷ്ണങ്ങൾ അല്ലെങ്കിൽ 35 കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, സവാള 4 വലുത് കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, എണ്ണ 1/2 കപ്പ്. ഇനി മാരിനേഷന് വേണ്ട ചേരുവകൾ: മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, പിരിയൻ മുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1 ടേബിൾ സ്പൂൺ, അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി മറ്റു ചേരുവകൾ: പിരിയൻ മുളകിൻ്റെ പൊടി വീണ്ടും 1 ടേബിൾ സ്പൂൺ, ഗരം മസാല പൊടിച്ചത് 1/2 ടീസ്പൂൺ, കസൂരി മേത്തി പൊടിച്ചത് 1/2 ടീസ്പൂൺ, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്. ചിക്കൻ സ്പെഷ്യൽ റോസ്റ്റ് തയ്യാറാക്കി തുടങ്ങി. ഇതൊരു വലിയ കോഴിയാണ് കേട്ടോ. അതായത് അതിൻ്റെ സ്കിന്നും എല്ലാം മാറ്റി കഴിഞ്ഞിട്ടും 1.5 കിലോയുടെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത്രത്തോളം പീസസും ഉണ്ട്. ഒരു 10-35 കൂടുതൽ. അത് ഈ ഒരു സൈസ് ഒരു മീഡിയം, ഒരുപാട് മീഡിയം ഒന്നും പറയാക്കില്ല, കുറച്ച് ചെറിയ പീസസ് തന്നെയാണ്, തീരെ ചെറുതല്ല. നമുക്കിതാകുമ്പോൾ പിന്നെ കാല് ഞാൻ അങ്ങനെ തന്നെ ഇടുകയാണ്, ലെഗ് പീസ്. ബാക്കി പീസസ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ബോൺലെസ് അല്ല, വിത്ത് ബോണാണ്. ആദ്യം ഈ പീസസ് എല്ലാം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് മസാല ഐറ്റംസ് എല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഈ ചിക്കൻ പീസസിലേക്ക് കുറേ കാര്യങ്ങൾ ചേർക്കാം. അതായത് മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി പിരിയൻ മുളകിൻ്റെ പൊടിയാണ് 3 ടീസ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക. ടീസ്പൂൺ ആണെങ്കിലും നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ്, ചിക്കനിൽ പിടിക്കാനുള്ള ഉപ്പ്. കുറച്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇനി വെളുത്തുള്ളി അരച്ചത്, ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും, അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും ചേർക്കാം. ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞു. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചേരുവ ചേർക്കാനുണ്ട്, അതായത് തൈരാണ്. നമ്മളിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ കേർഡ് യൂസ് ചെയ്യണം. ഇത് 1 കപ്പ് വേണം. 1 കപ്പിൽ മെഷർ ചെയ്തെടുക്കാം. നല്ല തിക്ക് കേർഡാണ്, ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ലാത്ത, നമ്മൾ വീട്ടിൽ ഒഴിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള തൈര്. 1 കപ്പ് തൈരും കൂടി ഇതിനകത്തേക്ക് ചേർക്കും. 1 കപ്പ് തൈര്. അങ്ങനെ മിൽക്കി മിസ്റ്റിൻ്റെ സഹായത്തോടെ തൈര് കിട്ടി. നന്നായിട്ടൊന്ന് വീണ്ടും നന്നായിട്ട് യോജിപ്പിക്കാം. ഓൾറെഡി മസാല ഐറ്റംസ് ചേർത്ത് കഴിഞ്ഞു, പൊടികളെല്ലാം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാറിനേറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പറ്റുമെങ്കിൽ ഒരു 1-2-3 മണിക്കൂറോ ഓവർനൈറ്റ് മാറിനേഷനും നല്ലതാണ്. അപ്പോൾ തലേ ദിവസം തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ ചെയ്തിട്ട് ക്ലിംഗ് ഫിലിം കൊണ്ട് ഒട്ടിച്ചിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിരുന്നാൽ മതി. പിറ്റേ ദിവസം നമുക്ക് ഉപയോഗിക്കാം. അതല്ല പെട്ടെന്നൊക്കെ ചെയ്യണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് ചെയ്താൽ ഏറ്റവും നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി നല്ല കണ്ടീഷനായിട്ടുണ്ട്. ഇത് അല്പസമയം ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ പാത്രത്തിൽ തന്നെയാണല്ലോ ഞാൻ വേവിക്കാൻ പോണേ. പാത്രം അടച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. ഈ തൈരൊക്കെ കുറച്ച് ലൂസാകും ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കുന്നില്ല. വേഗട്ടെ. ഇത് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം മാറിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ ഫുൾ മുളക് പൊടി ഇപ്പോൾ ചേർത്തില്ല, 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി ആവശ്യാനുസരണം നമുക്ക് ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ഗരം മസാലപ്പൊടി ചേർത്തിട്ടില്ല, അതൊക്കെ പിന്നീട് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ശരിയായി വരട്ടെ, മാറിനേറ്റഡായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു 1 hour അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഒരു 1 മണിക്കൂർ സമയം ഏകദേശമായിട്ടുണ്ട്. ഇനി പാത്രം ഒന്ന് അടയ്ക്കുന്നു, അടുപ്പ് കത്തിച്ചു കൊടുക്കും. സിമ്പിൾ. ഇനി ഇതൊന്ന് വേഗട്ടെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ അടുപ്പ് നമുക്ക് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാം. കുറച്ച് ഉള്ളി വറുക്കണം. ഓക്കെ, ഇതൊരു 4 സവാള വലുത് ഘനം കുറച്ച് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വേകാനുള്ള സമയം നമുക്കത് ചെയ്യാം. അതുകൊണ്ട് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ ചിക്കനെ മാറ്റാൻ പോകും. അപ്പോൾ പാത്രം നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ചെയ്യാം. രണ്ടാണെങ്കിലും പ്രശ്നമില്ല. ഉള്ളി വറുക്കാനായിട്ട് ഏകദേശം ഒരു 1/2 കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ചിക്കൻ വെന്തുകൊണ്ടേയിരിക്കുന്നു. ഉള്ളി വാടി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചുരുങ്ങും. ഇത് 4 സവാള. അപ്പോൾ ഈ സവാള നല്ലതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ മൂക്കണം. കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയിൽ ഒരല്പം ഉപ്പ് പെട്ടെന്നാകാനായിട്ട് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു സ്വർണ്ണ നിറമാകട്ടെ. അപ്പോൾ ഇടയ്ക്ക് ചിക്കൻ ഒന്ന് നോക്കാം. അതെ, വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വെന്ത് തുടങ്ങുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നിന്നും ഇറങ്ങുന്ന ജ്യൂസസിൽ തന്നെ ഇത് കിടന്ന് വെന്ത് റെഡിയായി വരും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി വിടുക. വീണ്ടും അടച്ചിടാം. ദേ ഉള്ളി നോക്കിയേ, ഗോൾഡൻ ബ്രൗൺ ആയി. നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ വറുത്തിടാനായിട്ട് എടുക്കില്ലേ, അതുപോലെ ആ ഒരു പാകം. ഇവിടെ ഇപ്പോൾ ചിക്കൻ ഏകദേശമൊക്കെ വെന്തു, പക്ഷെ കുറച്ച് ചാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇനി അങ്ങോട്ട് പാത്രം തുറന്നിട്ട് വേവിക്കണം. അതൊരു സൈഡിൽ നടക്കുന്നു. ഒരല്പം കൂടി വേകാനുണ്ട്, കിടക്കട്ടെ. ഇനി ഓപ്പണാക്കി വേവിക്കും. ഇനി ഉള്ളി എണ്ണയിൽ നിന്നും മാറ്റും. തീ നന്നായിട്ട് കുറയ്ക്കും. ഇരുന്നൊരു മൂക്കലും കൂടി ഉണ്ട്, അതുകൂടി മനസ്സിൽ കാണുക. തീ നന്നായിട്ട് കുറച്ച് കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് എണ്ണ ബാക്കിയുണ്ടല്ലോ. നമ്മൾ 1/2 കപ്പ് എണ്ണയോളം ഒഴിച്ചിട്ടാണ് ഉള്ളി വറുത്തത്. അപ്പോൾ ഉള്ളി വറുത്തത് ഒരു സൈഡിലിരിക്കട്ടെ. ഇനി ഇതേ എണ്ണയിലേക്ക് 2-3 കാര്യങ്ങൾ ചെയ്യണം. അതായത് ഈ ചിക്കൻ പീസസ് ഇതിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുക്കണം. ഇച്ചിരി വറുക്കാനുണ്ട്. അപ്പോൾ തീ ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും വെന്ത് കഴിഞ്ഞ പീസസ് കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്. വെന്തു എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് ലെഗ് പീസ് ഇങ്ങനെ വിട്ട് വരും, അതിൻ്റെ കാലിൻ്റെ ഭാഗം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇതേ എണ്ണയിലേക്ക് തന്നെ ഇതൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മെത്തേഡ്. ഇപ്പുറത്തെ അടുപ്പിൽ തീ ഓഫ് ചെയ്യാം. കുറച്ച് ആ ചാറ് ഗ്രേവി അവിടെ കിടക്കട്ടെ.
നമുക്ക് അവസാനം ആവശ്യമുണ്ട്. ഗ്രേവി റിസർവിൽ വെച്ചിരിക്കണം. ഇനി ഈ പീസസ് എണ്ണയിലിട്ട് വരട്ടിയെടുക്കാം. ഇനി തീ വീണ്ടും കൂട്ടി കൊടുക്കുന്നു. ചിക്കൻ്റെ പീസസ് എല്ലാം എണ്ണയിലേക്ക് മാറ്റി കാണുന്നുണ്ടല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കണം. അതായത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ആദ്യം വേവിക്കുന്ന സമയത്ത് ചേർത്തത്. വീണ്ടും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അതായത് 3 ടീസ്പൂൺ. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ഇപ്പോൾ ചേർക്കാം. ചേർത്ത് ഗരം മസാല ഫസ്റ്റ് ടൈം ചേർക്കാണ്, വേവിച്ച സമയത്ത് നമ്മൾ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി നമുക്ക് ചേർക്കാനുണ്ട്, കസൂരി മേത്തി പൗഡർ. അതും കൂടി ചേർക്കാം. അപ്പോൾ ഇതൊന്നും ഞാൻ വെളിച്ചെണ്ണയിലല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്, ഞാൻ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണയിൽ കിടന്ന് കുറച്ചുകൂടി ഒന്ന് മൂക്കണം. ഇനി കുറച്ച് കസൂരി മേത്തി പൗഡറും കൂടി ചേർക്കാം. 1/2 ടീസ്പൂണോളം കസൂരി മേത്തി പൗഡർ, അതായത് ഉലുവച്ചീരയുടെ ഇല കുറച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ട് പൊടിച്ചെടുത്താൽ ഇങ്ങനെ കിട്ടും. അതല്ലെങ്കിൽ ആ ഇല തന്നെ, ഉണങ്ങിയ ഇല തന്നെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ മതി. ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറും കൂടി അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റിന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സ്പെഷ്യൽ റോസ്റ്റാണ്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സ്റ്റേജിലും ചേർക്കാം. വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ചേർത്താണ് വേവിച്ചത്. അപ്പോൾ ചിക്കൻ്റെ പീസസ് എല്ലാം മൂത്ത് തുടങ്ങി. ഇത് നോക്കിയാൽ കളർ നോക്കിയാൽ ആഹാ. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, ഞാൻ നോക്കി. അപ്പോൾ ഈ ഗ്രേവിയിലും കുറച്ച് ഉപ്പുണ്ടല്ലോ, ഇന്നെല്ലാം കൂടി കിടന്നൊന്ന് സെറ്റാകട്ടെ. കുറച്ചുകൂടിയൊക്കെ ഒന്ന് വറ്റണം. ഗ്രേവി ഈ വറുത്ത ചിക്കൻ്റെ കൂടെ കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് ടൈറ്റാകും. അപ്പോൾ ഈ ഗ്രേവി ഒഴിച്ചപ്പോൾ കുറച്ച് ഫാറ്റും കൂടി ചേർന്നാണ് വരുന്നത്. കാര്യം ആ ചിക്കൻ്റെ ഫാറ്റ് ആ ഗ്രേവിയിലുണ്ടല്ലോ, അതും കൂടി ഇപ്പോൾ ഇതിനകത്തേക്ക് മാറിക്കഴിഞ്ഞു. അതൊക്കെ സ്വാദാണ്. ഇപ്പോൾ ദേ ചാറൊക്കെ ഏതാണ്ടൊക്കെ ഒരുമാതിരി അല്ല, ഇപ്പോൾ നോക്കി ചാറ് ഏതാണ്ടൊക്കെ വെട്ടി ഇങ്ങനെ പരണ്ട് വരുന്ന സ്റ്റേജായി. ഇനിയാണ് നമ്മളിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അറിഞ്ഞു ഫൈനലായിട്ട് ഈ ഉള്ളിയും കൂടെ വരുമ്പോഴാണ് രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. നല്ല ഒരു മിക്സിങ്. അങ്ങനെ വറുത്ത ഉള്ളിയും ചിക്കനും അതിൻ്റെ മസാലയും ഗ്രേവിയും എല്ലാം കൂടി കുഴഞ്ഞ് ഇങ്ങനെ കുഴമ്പ് പാകത്തിലായിട്ട് കിട്ടും. എല്ലാം പൊതിഞ്ഞിരിക്കുന്ന പോലെ. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഈസ് റെഡി. ഓക്കെ. ആഹാ, കാണുമ്പോൾ അറിയില്ല എന്താ ടേസ്റ്റ്. കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. ഒന്നും ചെയ്യാനില്ല, ഫിനിഷിങ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കാര്യമായിട്ട് ഇട്ട് കൊടുക്കാം. എന്താ മണം, രക്ഷയില്ലാത്ത മണം. അങ്ങനെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഇസ് റെഡി. ഇനി വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ടൊമാറ്റോ ഒന്നും ചേർത്തിട്ടില്ല, ഇതിൽ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് തൈര് തന്നെയാണ്. സെർവിങ് പാത്രം റെഡി. ഇനി ഇതിലേക്ക് മാറ്റാം. ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഒക്കേഷനൊക്കെ ചെയ്യാൻ പറ്റിയൊരു കോഴിയാണ്. എങ്കിലും നമുക്കല്ലാതെയും ചെയ്യാമല്ലോ, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. കുറച്ച് നേരം പാത്രം ഒന്ന് ചരിച്ച് വെച്ചാൽ എക്സസ് ഓയിൽ നിങ്ങൾക്ക് ഇത്രയും എണ്ണ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അത് ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ എണ്ണ എല്ലാം കൂടി ചേർത്ത് വരുമ്പോഴാണ് ഇതിന് സ്വാദ് കൂടുന്നത്. എങ്കിലും
എക്സസ് തോന്നുകയാണെങ്കിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിച്ച് വയ്ക്കുക. അപ്പോൾ ഓയിൽ ഒരറ്റത്തേക്ക് ഇങ്ങനെ വരും. അന്നേരം അത് മാറ്റാൻ പറ്റും. അതിനെ ഒഴിവാക്കിയിട്ട് എടുക്കാം. നല്ല കുഴഞ്ഞ് അങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പോലെ ഗ്രേവിയുണ്ട്. എന്താ ടേസ്റ്റ് അറിയോ? പറഞ്ഞറിയിക്കാൻ പറ്റില്ല ടേസ്റ്റ്, അത്ര ഗംഭീരമായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി എക്സ്ട്രാ മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഞാൻ മാറ്റി വെച്ചിരുന്നു, അതും കൂടി എൻ്റെ മുകളിലായിട്ട്. റെഡി. അങ്ങനെ സ്വാദിഷ്ടമായ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ എത്ര തരം ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ മാജിക് അവനിലൂടെ. പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തം. സാധാരണ നമ്മൾ എല്ലാ കാര്യത്തിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. എല്ലാ വിഭവങ്ങളും അങ്ങനെ തന്നെയല്ലേ. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ആണെങ്കിൽ നമുക്കറിയാം കുറേ മസാലാസ്, നോർത്ത് ഇന്ത്യൻ ആണെങ്കിൽ എക്സ്ട്രാ കുറച്ച് മസാല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനിലാണ് ആ മാറ്റം വരുന്നത്. ഏത് എത്ര ചേർക്കുന്നു, ഏതൊക്കെ ചേർക്കുന്നു, ഏത് അനുപാതത്തിൽ ചേർക്കുന്നു, അറിയാമല്ലോ ഒരു കുക്കിംഗ് മെത്തേഡ്. ഇതെല്ലാമാണ് ഓരോ വിഭവങ്ങളെയും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഇത് മറ്റൊരു ചിക്കൻ റോസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് ചെയ്യാം. പക്ഷേ ഇതൊരു ഫെസ്റ്റീവ് സീസണിലും ചെയ്യാൻ പറ്റിയതാണ്. അതേസമയം അല്ലാണ്ട് നമുക്ക് വീട്ടിൽ റെഗുലറായിട്ടുള്ള മെനുയുടെ ഭാഗമായിട്ടും ചെയ്യാം. ഒരു ഞായറാഴ്ചയൊക്കെ ചെയ്യാം, രസമായിരിക്കും. പിന്നെ ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ എന്തിൻ്റെ കൂടെ കഴിക്കാം. ചപ്പാത്തി, പൊറോട്ട, പിന്നെ എന്താ പറയുക, പുട്ട്, ഇടിയപ്പം, അപ്പം, അങ്ങനെയും കഴിക്കാം. നല്ല ചമ്പാവരി ചോറിൻ്റെ കൂടെ കഴിക്കാം. എല്ലാത്തിൻ്റെ കൂടെ നല്ല ചപ്പാത്തി ബെസ്റ്റായിരിക്കും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടം. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.